ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും USSന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് USSുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറേയധികം ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ, അതായത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ പാഠം നമുക്കറിയാം, വിളയിക്കാം നൂറുമേനി എന്നുള്ള പാഠമാണ് അല്ലേ. അപ്പോൾ വിളയിക്കാം നൂറുമേനി എന്നുള്ള പാഠത്തിലെ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് USSന് എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നേരെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. ചോദ്യം നോക്കുക. ഒന്നാമത്തെ ഈ ഒരു ചോദ്യം: ഒരു ചെടിയിൽ ഒന്നിലധികം വർണ്ണങ്ങളുള്ള പൂക്കൾ ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രധാനമായിട്ടും അല്ലെ, ചെമ്പരത്തിയിൽ, ഹിബിസ്കസ് അല്ലെ, ചെമ്പരത്തിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പല നിറത്തിൽ, ഒരു ചെമ്പരത്തിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ സാധിക്കുന്നത്? യെസ്, ഈ 4 കാര്യങ്ങൾ നോക്കുക: ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്, വർഗസങ്കരണം. കണ്ടല്ലോ, ഈ 4 നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയതാണ്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വീട്ടിലൊക്കെ പോയിട്ട് ഇത് ബഡ്ഡിങ് ഇങ്ങനെ ചെയ്യാം, ഗ്രാഫ്റ്റിംഗ് ഇങ്ങനെ ചെയ്യാം, ലെയറിങ് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഏറ്റവും അനുയോജ്യമായ രീതി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? യെസ്, ഉത്തരം ഓപ്ഷൻ എ, ബഡ്ഡിങ് ആണ്. ഓക്കെ, എന്താണ് ഉത്തരം? ഓപ്ഷൻ എ, ബഡ്ഡിങ്. റെഡി അല്ലേ? അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. എന്താണ് രണ്ടാമത്തെ ചോദ്യം നോക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സങ്കര ഇനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നീ വിഭാഗം തെങ്ങുകളുടെ ഗുണങ്ങൾ ചേർത്തുണ്ടാകുന്ന സങ്കര ഇനം തെങ്ങ് ഏതാണ്? 2 ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്. 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഒക്കെ സങ്കര ഇനം ആണ്. അതിൽ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണെന്നാണ് നോക്കേണ്ടത്. ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ചന്ദ്രലക്ഷ, ഗംഗാബോന്തം. ഓക്കെ, ഈ 4 കൃത്യമായിട്ടുള്ള ഉത്തരം ഇതാണ്. ഓർത്ത് വയ്ക്കുക, ചന്ദ്രലക്ഷ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റെഡിയാണല്ലോ? അടുത്ത ചോദ്യം: കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? കുമരകം, മങ്കൊമ്പ്, പട്ടാമ്പി, കായംകുളം. ഓക്കെ, ഇതിൽ ഏതാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം കുമരകം, ഓപ്ഷൻ എ, കുമരകം. റെഡിയാണല്ലോ? അടുത്ത ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏലം ഗവേഷണ കേന്ദ്രം. അപ്പോൾ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പറയാൻ വിട്ടുപോയതാണ്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കണം. റെഡിയാണല്ലോ? ദെൻ അപ്പോൾ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ, പാമ്പാടുംപാറ, പന്നിയൂർ, വെള്ളാനിക്കര. എവിടെയാണ്? യെസ്, ഉത്തരം പാമ്പാടുംപാറയിലാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എന്താ ചോദ്യം? നെൽവിത്ത് വിതയ്ക്കുമ്പോൾ ഏത് രീതിയാണ് ഏറ്റവും അനുയോജ്യമായത്? 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഉണക്കി സൂക്ഷിച്ച വിത്ത് നേരിട്ട് വിതയ്ക്കുന്നു. വെള്ളത്തിൽ കുതിർത്ത് വെച്ച് മുള പൊട്ടിയ ശേഷം വിതയ്ക്കുന്നു. വെള്ളത്തിൽ കുതിർത്ത് മുള പൊട്ടുന്നതിന് മുമ്പ് വിതയ്ക്കുന്നു. വെള്ളത്തിൽ കുതിർത്ത് മുള വലുതായ ശേഷം വിതയ്ക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് നെൽവിത്ത് വിതയ്ക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രീതി? ഏത് രീതിയാണ് നമ്മൾ അവലംബിക്കാറുള്ളത്? ഓക്കെ, ഓർത്ത് വയ്ക്കുക, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് മുള പൊട്ടിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നെല്ല് വിതയ്ക്കാറുള്ളത്. ഓർത്ത് വയ്ക്കുക, നെല്ലിൻ്റെ വിത്ത് എന്ത് ചെയ്യും? നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നു. മുള പൊട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? വിതയ്ക്കുന്നു. ഓപ്ഷൻ ബി. റെഡി അല്ലേ? എന്താണ്? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓപ്ഷൻ ബി. റെഡി അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം നോക്കുക കൃത്യമായിട്ട്. പയർവർഗത്തിൽപ്പെട്ട ചെടികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? പയർവർഗ്ഗങ്ങളിൽപ്പെട്ട ചെടികൾ. റെഡിയാണല്ലോ? പയർവർഗത്തിൽപ്പെട്ട ചെടികൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇവയുടെ വേരുകളിൽ റൈസോബിയം ബാക്ടീരിയ വസിക്കുന്നു. ഈ സസ്യങ്ങൾ മണ്ണിൽ വിഘടിച്ച് ചേരുമ്പോൾ മണ്ണിലെ നൈട്രേറ്റിൻ്റെ അളവ് വർദ്ധിക്കുന്നു. ഈ സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ല. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ്
പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പയർ വർഗത്തിൽപ്പെട്ട ചെടികൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, റെഡിയാണല്ലോ? എന്താണ്? യെസ്, പയർ വർഗത്തിൽപ്പെട്ട ചെടികൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഇതാണ് അതിലുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. 3 പ്രസ്താവനകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അല്ലേ. 1, ഇവയുടെ വേരുകളിൽ റൈസോബിയം ബാക്ടീരിയ വസിക്കുന്നു. റെഡിയാണ്. ഈ സസ്യങ്ങൾ മണ്ണിൽ വിഘടിച്ച് ചേരുമ്പോൾ മണ്ണിലെ നൈട്രേറ്റിന്റെ അളവ് വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടാണ്. ഈ സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ എ തെറ്റായി മാറിയത്. റെഡിയാണല്ലോ? ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം, പ്രിയങ്ക ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? പ്രിയങ്ക. പാവൽ, തക്കാളി, പയർ, വെണ്ട. ഓർത്തു വയ്ക്കുക, പ്രിയങ്ക പാവൽ. പ്രിയങ്ക പാവൽ. പ്രിയങ്ക പാവൽ എന്ന സസ്യത്തിന്റെ സങ്കര ഇനമാണ്. അടുത്ത ചോദ്യം നോക്കുക കൃത്യമായിട്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഏലം പറഞ്ഞതുപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി, ശ്രീകാര്യം, കോഴിക്കോട്, കോട്ടയം. എവിടെയാണ്? യെസ്, ഉത്തരം ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കുക, നമ്മൾ പരിചയപ്പെട്ട ഒരു കാര്യമാണ് ZBNF അല്ലേ, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് രീതി അല്ലേ. ഇത് ആരുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മേധാ പട്കർ, MS സ്വാമിനാഥൻ, ഫുക്കുവോക്ക, സുഭാഷ് പലേക്കർ. ആരാണ് ZBNF ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു വ്യക്തി? ഉത്തരം സുഭാഷ് പലേക്കർ. റെഡിയാണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം ZBNFുമായി ബന്ധപ്പെട്ട്. നോക്കുക, അടുത്തൊരു ചോദ്യം, നാഗപ്പതിവയ്ക്കൽ അല്ലേ, ലെയറിംഗ് ആണ്. നാഗപ്പതിവയ്ക്കൽ എന്ന സർപ്പൻറ്റൈൻ ലെയറിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നാഗപ്പതിവയ്ക്കലിന് അനുയോജ്യമായ സസ്യം ഏത്? നമുക്കറിയാം, നമ്മൾ അത് വളച്ച് മണ്ണിലേക്ക് കുത്തി അവിടെ ആ മണ്ണിൽ വേര് മുളപ്പിക്കുന്ന രീതിയാണ് അല്ലേ. സപ്പോട്ട, മത്തൻ, മുല്ല, വെള്ളരി. നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്ന സസ്യം ഏതാണ്? യെസ്, മുല്ല എന്നുള്ള സസ്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, വളച്ച് ഒടിച്ച് എന്ത് ചെയ്യുന്നു, മണ്ണിൽ വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു പാമ്പിൻ്റെ ആകൃതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവാണുവളങ്ങളിൽ പെട്ടത് ഏതാണ്? ജീവാണുവളങ്ങൾ: മണ്ണിര കമ്പോസ്റ്റ്, വെർമി വാഷ്, അസോള, വേപ്പിൻ പിണ്ണാക്ക്. ഇതിൽ ഏതാണ് ജീവാണു വളങ്ങളിൽ പെട്ടത്? ഉത്തരം അസോള. ഓർത്ത് വയ്ക്കുക, അസോളയാണ്. അസോള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. മണ്ണ് വേണമെന്നൊന്നുമില്ല നമുക്ക് കൃഷി ചെയ്യാൻ അല്ലേ. അപ്പോൾ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഹൈഡ്രോപോണിക്സ് ആണോ, ടിഷ്യൂ കൾച്ചർ ആണോ, സെറി കൾച്ചർ ആണോ, എപ്പി കൾച്ചർ ആണോ? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുന്ന ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഓർത്ത് വയ്ക്കുക, എന്താണ് ഹൈഡ്രോപോണിക്സ്. റെഡി ആയോ? ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ്. അടുത്ത ചോദ്യം നോക്കുക, സങ്കര ഇനങ്ങളാണ് കൊടുത്തുള്ളത്. അമ്പിളി, സുവർണ, സരസ് എന്നിവ ഏതിൻ്റെ സങ്കര ഇനം വിത്തുകളാണ്? വെണ്ടയാണോ, തക്കാളിയാണോ, പാവലാണോ, മത്തനാണോ? ഓക്കെ, അപ്പോൾ അമ്പിളി, സ്വർണ്ണ, സരസ് എന്നിവ നിങ്ങൾ ഓർത്ത് വയ്ക്കുക മത്തൻ്റെ സങ്കര ഇനം വിത്തുകളാണ്. റെഡി അല്ലേ? ഓക്കെ, റെഡി. അടുത്ത ചോദ്യം കൃത്യമായിട്ട് നോക്കുക, സസ്യങ്ങളുടെ ടോട്ടിപ്പൊട്ടൻസി എന്ന കഴിവിനെ ഉപയോഗപ്പെടുത്തുന്ന കായിക പ്രജനന രീതി. നമ്മൾ 7ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചാണ് എന്താണ് ടോട്ടിപ്പൊട്ടൻസി അല്ലേ. അപ്പോൾ ടോട്ടിപ്പൊട്ടൻസി എന്ന കഴിവിനെ പ്രയോജനപ്പെടുത്തുന്ന കായിക പ്രജനന രീതി താഴെ പറയുന്ന 4 ഏതാണ്? ബഡ്ഡിംഗ് ആണോ, കൊമ്പ് മുറിച്ച് നടലാണോ, ടിഷ്യൂ കൾച്ചർ ആണോ, ഗ്രാഫ്റ്റിംഗ് ആണോ? ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കൂ എന്താണ്. യെസ്, ഉത്തരം ടിഷ്യൂ കൾച്ചർ അല്ലേ. ടിഷ്യൂ കൾച്ചർ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയതാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്, സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? 4 മൂലകങ്ങൾ നൽകിയിട്ടുണ്ട്: ഫോസ്ഫറസ്, പൊട്ടാസ്യം, നൈട്രജൻ, സൾഫർ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നൈട്രജൻ ആണ്. നൈട്രജൻ. അതുമായി ബന്ധപ്പെട്ടതാണ് അടുത്തൊരു ചോദ്യം നമുക്ക് കൃത്യമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, മണ്ണിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം, അസെറ്റോബാക്ടർ, സ്യൂഡോമോണസ്, അതുപോലെ അസോസ്പൈറില്ലം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് തെറ്റിച്ച് പോവരുത്. മണ്ണിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയയാണ് അസെറ്റോബാക്ടർ. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ അല്ലെ കൃത്യമായിട്ട് പറഞ്ഞു പോയതാണ് അല്ലേ. സോ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു പോയി.
വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ബാക്കിയുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടി എന്ത് ചെയ്തോട്ടെ, പഠിച്ചോട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ നിരവധി വീഡിയോകൾ ചാനലുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.